അത്യാധുനിക സംവിധാനങ്ങളോടെ കല്ലുത്താൻ കടവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ന്യൂ പാളയം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഒരു വിഭാഗം വ്യാപാരികൾ പ്രതിഷേധം ഉയർത്തിയതിനിടയിൽ തന്നെയാണ് ഉദ്ഘാടനവും നടന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലാണ് മാർക്കറ്റ് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 3 കോടിയോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി. എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു പദ്ധതിയാണിത്. വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നതാണ് ഇവിടെ കാണേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ചില വിമർശനവും ഉന്നയിച്ചു. വലിയ തോതിലുള്ള സൗകര്യം ഉയർന്നു വരുന്നു എന്നതാണ് ഇവിടെ കാണേണ്ടത്. എന്നാൽ നല്ല കാര്യം ചെയ്താൽ അത് അംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസമാണ്. അത് തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന തരത്തിൽ ചിലരുണ്ട്. നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ഒത്തുചേരണം. എന്നാൽ ഞങ്ങളില്ലെന്ന് ചിലർ നേരത്തെ പറയും. പക്ഷെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഞങ്ങളില്ല എന്ന് പറഞ്ഞവരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല കാര്യത്തെ തള്ളി പറയുന്നതിന് പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്ന് അറിയില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പദ്ധതിയല്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള മത്സരം നടക്കും. മത്സരം കഴിയുന്നതോടെ ആരാണ് ഭരണ നേതൃത്വത്തിൽ വരുന്നത് എന്ന് നോക്കി അംഗീകരിക്കും. തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടവരും വിജയിച്ചവരും താൽപര്യം കാണിക്കേണ്ടതല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രതിപക്ഷം വിമർശിക്കണം. പാർലമെന്ററി നടപടിക്രമത്തിന്റെ രീതിയാണ്. നിങ്ങൾ പ്രതിപക്ഷമാണ് എന്നുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും എതിർക്കാനാണോ ശ്രമിക്കേണ്ടത്? നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ പ്രവണത ശക്തിപ്പെട്ടു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.